പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പതിവ് പോലെ മറ്റൊരു വായനാ ദിനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വർഷവും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ എന്ത് വായിക്കണം, വായിക്കുന്നത് കൊണ്ട് എന്ത് ഗുണം എന്ന് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിനമായി നമ്മുടെ വായനാ ദിനം മാറിയിട്ടുണ്ട്. സത്യത്തിൽ വായന മരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വായന നിലനിൽക്കുന്നുണ്ടോ, വായന വളരുന്നുണ്ടോ എന്നുള്ള അത്തരമൊരു ചോദ്യത്തെക്കാളൊക്കെ തന്നെ എത്ര പേർ വായിച്ചാലും വായിക്കുന്നവർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്തിന് നമ്മൾ വായിക്കുന്നു എന്നുള്ളതാണ്. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: വായന മനുഷ്യനെ നവീകരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന നവീകരണം കേവലം അയാളുടെ ബോധപരിസരത്തെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, മറിച്ച് അയാൾ ജീവിക്കുന്ന പരിസരമാകെ അയാളുടെ നവീകരണം പുതിയൊരു തരത്തിലുള്ള ആനന്ദത്തെയും അനുഭൂതിയെയും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വായന എങ്ങനെയാണ് ഒരാളിൽ അനുഭൂതി സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കേവലം വൈകാരികമായ ആനന്ദമോ അനുഭൂതിയോ അല്ല, മറിച്ച് അയാൾ വായിക്കുമ്പോൾ അയാൾ കണ്ടെത്തുന്ന ചില പുതിയ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ അത് ഉള്ളിൽ കിടന്ന് പിടയുന്നു. ആ അർത്ഥത്തിലാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൊക്കെ തന്നെ അവരുടെ കൃതികളിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ആഖ്യാന പരിസരങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് 1947 പ്രിയപ്പെട്ട തകഴി എഴുതിയ തോട്ടിയുടെ മകൻ എന്ന നോവൽ. ആ നോവലിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. കൃത്യമായി കേരളത്തിൽ എങ്ങനെയാണ് അടിത്തട്ടിലെ മനുഷ്യർ ജാതിയാൽ കീഴ്പ്പെട്ടു പോകുന്നതെന്നും അങ്ങനെ കീഴ്പ്പെട്ടു പോയ മനുഷ്യർക്ക് എന്തുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി വളരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം ആ നോവൽ വളരെ കൃത്യമായി മുന്നോട്ട് വയ്ക്കും. ആ നോവലിലെ 3-ാം തലമുറയായി തകഴി ചിത്രീകരിച്ചിട്ടുള്ള മോഹനൻ എന്ന കഥാപാത്രം താൻ ജനിച്ചു വളർന്ന ദളിത് പിന്നോക്ക കോളനി ജീവിതങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് തനിക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചിട്ട് തൻ്റെ തലമുറ എന്തൊക്കെയാണോ, ഏതൊക്കെ തരത്തിലുള്ള നീതി നിഷേധത്തിനാണോ കാരണമായിട്ടുള്ളത് അതിനെയൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ മോഹനൻ്റെ അച്ഛൻ ചുടലമുത്തു ഗംഭീരമായ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അയാൾ പരാജയപ്പെട്ടു പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 1947 എഴുതിയ ആ പുസ്തകം 2025 നമ്മൾ വായിക്കുമ്പോൾ നാം സ്വയം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്ന കേരളീയ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ മാറിയിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിൽ ജാതി ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ 1947 തോട്ടിയുടെ മകൻ തകഴി രചിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ കാലത്തെ ഈ പറയുന്ന ദളിത് ആദിവാസി ഗോത്ര സമൂഹങ്ങൾ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ വൈകാരിക അവസ്ഥകളെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ആ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അത് വായിക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സാമൂഹ്യ സാഹചര്യം നിലനിന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അത്രമാത്രം വായന എന്ന് പറയുന്നത് നമ്മൾ ജനിക്കാത്ത ഒരു കാലത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും യാഥാർത്ഥ്യങ്ങളും അല്ലെങ്കിൽ ഭാവനകളും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ എഴുത്തിൽ നിറയെ കളവുകളും ഭാവനകളുമായിരിക്കാം. അത് എഴുത്തുകാർ തന്നെ പറയുന്നു, എൻ്റെ കഥകൾ മുഴുവൻ കളവാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കളവിൽ എവിടെയോ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ പാവങ്ങളുടെ 100 വർഷം ആഘോഷിക്കുന്ന ഒരു കാലം കൂടിയാണ്. 100 വർഷത്തിന് ശേഷവും ഒരു പുസ്തകങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ടിനെ നിരന്തരമായി ചലിപ്പിക്കാൻ ആ പുസ്തകത്തിന് കഴിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പം ഈ അർത്ഥത്തിൽ വായന എല്ലാ കാലത്തും അതിൻ്റെ സാധാരണയായിട്ടുള്ള അനുഭൂതി അല്ലെങ്കിൽ അത് നൽകുന്ന ആനന്ദത്തേക്കാൾ അപ്പുറം അത് കൃത്യമായൊരു രാഷ്ട്രീയത്തെ കൂടി വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ അർത്ഥത്തിലാണ് ചില പുസ്തകങ്ങൾ കാലാതിവർത്തിയായി നിലനിൽക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓരോ പുസ്തകങ്ങളും നമ്മൾ എടുത്ത് വായിക്കുമ്പോഴും നമ്മൾ അറിയുന്നത് ആ കാലഘട്ടത്തിൽ കേരളീയ ഗ്രാമീണ ഇടങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് മനുഷ്യർ സ്വയം അതിജീവനത്തിന് വേണ്ടിയിട്ടും ആ അതിജീവനത്തിൽ എങ്ങനെയാണ് പരസ്പരം സ്നേഹിച്ചുകൊണ്ടും കലഹിച്ചുകൊണ്ടും ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥിതിയെ നിലനിർത്തിപ്പോന്തി എന്നുള്ളതാണ്. ഞാൻ കുടുംബം എന്ന് പറയുന്നത് ഏതെങ്കിലും ആണധികാരത്തിൻ്റെയോ മേധാവിത്വത്തിൻ്റെയോ ഭാഗമായിട്ടല്ല, മറിച്ച് എല്ലാവർക്കും
സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു കൂട്ടവസ്ഥ എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ പാത്തുമ്മയുടെ ആടിൽ നോക്കിയാലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ജന്മദിനം എന്ന കഥയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ ഒരു കഥാപാത്രമായി തീരുന്നതും ആ കഥാപാത്രം എങ്ങനെയാണ് ജീവിക്കുന്ന കാലത്തെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജന്മദിനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തെ എങ്ങനെയാണ് കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിക്കുമ്പോൾ അതിന് വിശാലമായൊരു സാമൂഹിക അർത്ഥവും ഒരു രാഷ്ട്രീയ സ്വഭാവവും കൈവരികയാണ്. ഇങ്ങനെയാണ് വായന ഒരു കാലത്തിൽ നിന്നും മറ്റൊരു കാലത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും.